സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, ഔസിനി, അല്ലയോ പ്രവാചകരായ നബിയേ, എന്റെ ജീവിതത്തിൽ എനിക്ക് നന്മകൾ ഉണ്ടാകാൻ അവിടുന്ന് എന്തെങ്കിലും ഒരു വസിയത്ത് പറഞ്ഞു തരണം നബിയേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖുദിൽ അംറു ബിത്തദ്ബീർ. അതാ അനന്തര ഫലം എന്താണെന്ന് ചിന്തിക്കുന്നതിന് ശേഷം മാത്രമേ നീ ഏതെങ്കിലും ഒരു വിഷയം ചെയ്യുവാൻ തുടങ്ങിയാൽ ആ വിഷയം നിനക്ക് ചെയ്യാൻ അതിന്റെ അനന്തര ഫലം എന്താണെന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഒരു കാര്യത്തിൽ ഇടപെടുമ്പോൾ ആ കാര്യം ഇടപെട്ടതിന് ശേഷം ആ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് കാര്യമാണ് നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് ഉണ്ടാവുക എന്ന ആ ഇടപെടൽ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആലോചന വിധേയമായി കൊണ്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ ഇന്നത്തെ സമൂഹത്തിന് എന്ത് ആലോചനയാണുള്ളത്? ഒരു വിഷയത്തിലും ഒരു ആലോചനയുമില്ല. ശേഷം വരുന്ന കാര്യം എന്താണ്? ഇനി വരുന്ന തലമുറയ്ക്ക് എന്താണത്? നല്ലതുപോലെ ഭാവിക്കുമോ അതുപോലെ, അതല്ല മോശമായിട്ടാണോ ഉണ്ടാവുക? അങ്ങനെ ഒരു തരത്തിലുള്ള ചിന്തയും ഇല്ലാത്ത സമുദായമാണ്, സമൂഹമാണ്, ലോകമാണ്. അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്, അൽഹാകുമുത് തകാസുർ. ഓ വിഭാഗമേ, ഓ മനുഷ്യരെ, നിങ്ങളുടെ മേന്മ നടിക്കൽ, നിങ്ങൾ അതാ ഏറ്റവും ഉന്നതിയിലുള്ളവരാണെന്നുള്ള നിങ്ങളുടെ ഈ വാദവും അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ഒക്കെയും നിങ്ങളെ അശ്രദ്ധവാന്മാരാക്കിയിരിക്കുകയാണ്. നിങ്ങൾ ലഘുവിലായി കൊണ്ടിരിക്കുന്നു. നിങ്ങൾ വെറുതെയാണ് ഈ പ്രവർത്തനങ്ങൾ മുഴുവനും ചെയ്യുന്നത്. അതാ ഇന്നത്തെ ലോക അവസ്ഥയിലേക്ക് നമ്മൾ ഒന്ന് വിരലോടിക്കുമ്പോ അമേരിക്കയും ഇസ്രായേലും അതുപോലെ തന്നെ ഇറാനും തമ്മിൽ പരസ്പര യുദ്ധക്കോപ്പുകൾ നിറച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടില്ലേ, പരിശുദ്ധമായ തറാവീഹ് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് നമ്മൾ കടന്നു പോകുന്നതിന് മുമ്പാണ് യുദ്ധത്തിന്റെ വിവരങ്ങൾ നമ്മൾ അറിയുന്നത്. റമദാനിൽ നമ്മൾ നോമ്പ് തുറക്കാനിരിക്കുമ്പോ അതാ സ്കൂളിലേക്ക് പഠനത്തിന് പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയും ആ വീട്ടിൽ ചെന്നുകൊണ്ട് തങ്ങളുടെ മാതാപിതാക്കളെ കാണണമെന്ന ആഗ്രഹത്തോടുകൂടി അതാ 50-ലധികം കുട്ടികൾ അതാ ഒരു പാഠശാലയിൽ നിന്നുകൊണ്ട് പരിശുദ്ധമായ ഖുർആനും അതുപോലെ തന്നെ അവരുടേതാകുന്ന മറ്റ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലെ പഠനത്തില് അവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇസ്രായേലിൽ നിന്നും കുതിച്ചു വന്നതാകുന്ന മിസൈലുകൾ വന്നുകൊണ്ട് ആ കെട്ടിടത്തിലേക്ക് ആ ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങൾ മുഴുവനും അതാ ജീവനറ്റ് പോകുന്ന കബന്ധങ്ങളായി മാറിപ്പോയത്. അവരുടെ ശരീരങ്ങൾ മുഴുവനും ജീവനില്ലാത്തതായി മാറി. അതാ അവർ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ വസ്ത്രങ്ങൾ, അവർ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ കിതാബുകൾ, അവർ വീട്ടിൽ നിന്ന് കൊണ്ടുപോയതാകുന്ന അവരുടെ പാഠപുസ്തകങ്ങൾ പേറുന്ന ബാഗുകൾ, ഇതെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് മാതാപിതാക്കളും ബന്ധുക്കളും വന്നുകൊണ്ട് ആ കുട്ടികളുടെ ജീവനറ്റ ശരീരങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന ചിത്രങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോ, ഓ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ലോകത്തിന്റെ മുമ്പിൽ അതാ ലോക പോലീസായി ചമയുന്നതിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള റിസോഴ്സുകൾ മുഴുവനും തന്റെ കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റു രാഷ്ട്രങ്ങളെ മുഴുവനും അതാ ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരുന്ന ലോക പോലീസായി ചമയുന്ന അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നരഹത്യാ പ്രവർത്തനങ്ങൾക്ക് മുമ്പിൽ ഈ ലോകമതാ നമിച്ചു പോവുകയാണ്. എന്ത് കൊടും ക്രൂരതയാണ് അവരിൽ നിന്ന് വരുന്നത്. ഇവിടെ ഒരു ലോക ആരോഗ്യ ലോക സംഘടനകളും ഇതിനെതിരെ ചോദിക്കാൻ മുട്ടുവിറച്ചുകൊണ്ട് നിൽക്കുമ്പോ അതാ ഈ അമേരിക്കയുടെയും ജൂതന്മാരുടെയും ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മുമ്പിൽ ചോദ്യം ചെയ്യുന്ന ഒരു രാഷ്ട്രത്തിന്റെ നേരെ ഇത്രയും വലിയ യുദ്ധവെറിയന്മാര്
ഇത്രയും വലിയ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോ അതാ എന്ത് മാനുഷിക നീതിയാണ് ഇവര് ഈ ലോകത്തിന്റെ മുമ്പിൽ ഇവർക്ക് പറയുവാനുള്ളത്. അവിടെയൊക്കെയും ഇവരുടെ മേന്മയല്ലേ, തങ്ങളുടെ പവർ അതാ ലോകത്തിന്റെ മുമ്പിൽ കാണിക്കണമെന്ന് പറയുന്ന അഹങ്കാരമല്ലേ ഈ ആളുകൾ മുഴുവനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാ ലോകത്തുള്ള സകല ആളുകളെയും ലോകത്തിന്റെ സകല സാമ്പത്തിക വ്യവസ്ഥകളെയും തകർക്കുന്ന പ്രവർത്തനങ്ങളാണ് അതാ ലോകത്തിന്റെ മുമ്പിൽ അമേരിക്കയും ഇസ്രായേലും ഇറാനിന്റെയും ഈ ഒരു യുദ്ധത്തിലൂടെ ഈ ലോകത്തിന് നൽകുന്നത്. അതാ ലോകത്തിന്റെ ഹൃദയധമനിയായി, ലോക സാമ്പത്തിക വ്യവസ്ഥയുടെ ഹൃദയധമനിയായി നിലകൊള്ളുന്ന ഹോർമോസ് കടലിടുക്ക് എന്ന് പറയുന്ന ഇറാനും ഒമാനിന്റെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കടൽപാതയുണ്ട്. ആ കടൽപാത ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതിയുടെ വലിയ പങ്ക് വഹിക്കുന്ന ഒരു പാതയാണ്. ഡേയ്സ് ആൻഡ് ഡേയ്സ്, ഓരോ ദിവസത്തിലും വലിയ വലിയ ബാരലുകൾ, ലക്ഷക്കണക്കിന് എണ്ണം വാതകങ്ങളും എണ്ണയുമായി ഈ പാതയിലൂടെ ലോക വിപണിയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോ ഈ ലോക വിപണിയിലേക്കുള്ള ഇത്തരത്തിലുള്ള കച്ചവടത്തിന്റെ പാലായനങ്ങൾ, പ്രയാണങ്ങൾ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ആ പാതകളെ മുഴുവനും കൊട്ടിയടയ്ക്കുന്നതിലൂടെ ഈ രാഷ്ട്രീയ സംഘർഷങ്ങൾ ലോകത്തിന്റെ മുഴുവൻ സാമ്പത്തിക വ്യവസ്ഥകളെയും തകർക്കുന്നു. എത്രയോ സഹോദരന്മാർ നമ്മുടെ നാട്ടിലടക്കം നമ്മുടെ പ്രവർത്തനങ്ങൾക്ക്, നമ്മുടെ എല്ലാവിധമാകുന്ന മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്കും സാമ്പത്തിക ഘടനയുടെ വ്യവസ്ഥകൾ മുഴുവനും നിയന്ത്രിക്കുന്നത് അങ്ങ് വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നും ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നും കടന്നു വരുന്ന സമ്പത്തിന്റെ അളവുകളാണെങ്കിൽ ഈ സാമ്പത്തിക വ്യവസ്ഥകളെ മുഴുവനും തകിടം മറിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇന്ന് അതാ ഒരു ലോകത്ത് വലിയ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് പോവുകയാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് അതാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഒരു ഓർമ്മ, ഖുദിൽ അംറു ബിത്തദ്ബീർ, നിങ്ങൾ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനവും നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ അനന്തരഫലം നിങ്ങൾക്ക് എന്താകും ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ചിന്തിക്കാതിരുന്നാൽ ഓ എന്റെ സമൂഹമേ, അത് നാശമാണ്. അത് ആ സമൂഹത്തെ അവസാനം നാശത്തിലേക്ക് കൊണ്ട് എത്തിക്കുന്നതാണ്. അതിന്റെ അത്യന്തം അത് ഗുണമാണെന്ന് നിങ്ങൾ കണ്ടാൽ മാത്രമല്ലാതെ നിങ്ങൾ ആ ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് നേട്ടമില്ല. ഒരുപാട് ആളുകളുടെ കബന്ധമറ്റ, ഒരുപാട് ആളുകളുടെ ജീവനറ്റ ശരീരങ്ങൾ കാണാൻ കഴിയും എന്നതിനപ്പുറം ഒരുപാട് പ്രവർത്തനങ്ങൾ അവർ എത്രയോ ആയുസ്സുകൾ കൊണ്ട് കെട്ടിപ്പടക്കിയ ബിൽഡിങ്ങുകളും സ്കൂളുകളും മറ്റും തകർത്തെറിയുന്നതല്ലാതെ വേറെ ഒന്നും അതിൽ കാണാൻ കഴിയുകയില്ല. അത്തരത്തിലുള്ള ഒരു സാമ്രാജ്യത്തിന്റെ, ഒരു സമൂഹത്തിന്റെ, ഒരു രാജ്യത്തിന്റെ മുഴുവൻ പതനവും നാശവും അതിലുള്ള ജനങ്ങളുടെ മുഴുവനും ജീവനറ്റ ശരീരങ്ങളുമല്ലാതെ കാണാൻ ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾ കൊണ്ട് ഒന്നിനും വേറെ ഒന്നും സാധ്യമല്ലാതിരിക്കെ അത്തരത്തിലുള്ള യുദ്ധങ്ങൾ കൊണ്ട് കുറെ അണുവായുധങ്ങളും കുറെ മറ്റുള്ള ഓരോ എണ്ണകളും മറ്റു റിസോഴ്സുകളും തങ്ങളുടെ രാജ്യത്തിന്റെ സമ്പത്തായി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി, പരസ്പരം ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള മറ്റുള്ള യുദ്ധക്കോപ്പുകൾ അതാ പാരിക്കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമല്ലാതെ ഇത് എന്തിനു വേണ്ടി ഉപകരിക്കുവാനാണ്? ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ജൂതന്മാരോട് ഒരു കാര്യമൊന്ന് പറയട്ടെ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ജീവിച്ചിരുന്ന, എന്നും ലോകത്തുള്ള ഓരോ ഹൃദയങ്ങളുടെയും ഉള്ളിൽ തുടിക്കുന്ന സ്നേഹമായി മാറുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന ഒരു യുദ്ധത്തിന്റെ മാതൃകയുടെ അനുസ്മരണ ദിനങ്ങളിലൂടെയാണ് നമ്മൾ ഈ പരിശുദ്ധമായ റമളാനിലൂടെ കടന്നു പോകാൻ പോകുന്നത്. ബദർ എന്ന് പറയുന്ന യുദ്ധം, ആ യുദ്ധം ഈ ലോകത്തിന് സമ്മാനിച്ച സമാധാനത്തിന്റെ ചരിത്രമൊന്ന് വായിക്കണേ, ആ ചരിത്രമൊന്ന് പഠിക്കണേ.
എത്രയോ വൃദ്ധന്മാർ, എത്രയോ കുട്ടികൾ, എത്രയോ സഹോദരിമാർ, ഈ സഹോദരിമാരുടെയും എത്രയോ വൃദ്ധന്മാരുടെയും എത്രയോ കുട്ടികളുടെയും നടുവിലൂടെ കടന്നുപോയ യുദ്ധത്തിന്റെ അവസ്ഥകളിൽ ഒരു വൃദ്ധനോ ഒരു കുട്ടിക്കോ ഒരു ഉമ്മ ഒരു സ്ത്രീക്കോ ഒരു തരത്തിലുള്ള അപായവും വരുത്താതെ ലോകത്തിന് അതാ അക്രമികളെ മാത്രം ശത്രുക്കളെ മാത്രം ഇല്ലാതാക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയ, എന്തിനു വേണ്ടി പ്രകൃതിക്ക് വരെ സംരക്ഷണം നൽകണമെന്ന് പഠിപ്പിച്ചുകൊണ്ട് യുദ്ധം ചെയ്ത് കാണിച്ചു കൊടുത്ത ലോക നേതാവിന്റെ ചരിത്രം പഠിച്ചുകൊണ്ട് അതാ ഈ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന കുഞ്ഞുങ്ങളെയും അതുപോലെ ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധികളെയും കൊന്നൊടുക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കരാള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന നരഭോജികളാകുന്ന ഭരണാധികന്മാർ, ആ മുത്തുനബിയുടെ ചരിത്രമൊന്ന് പഠിക്കണേ. ആ മുത്തുനബി കാണിച്ചു തന്ന സമാധാനത്തിന്റെ പാതയൊന്ന് മനസ്സിലാക്കണേ. അതാ എങ്കിൽ മാത്രമാണ് ഈ ലോകത്ത് സമാധാനം വിരിയുകയുള്ളൂ. അതാ സമാധാനപരമായി പറഞ്ഞു തീർക്കാൻ കഴിയുന്ന എത്രയോ പ്രവർത്തനങ്ങളെയാണ് നിങ്ങൾ വലിയ തരത്തിലുള്ള യുദ്ധങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത്തരത്തിലുള്ള യുദ്ധങ്ങളൊന്നും ഈ സമൂഹത്തിന് നൽകാൻ പോകുന്നത് അതാ ഒരു വലിയ സന്ദേശമൊന്നുമല്ല, ഈ ലോകത്തിന്റെ നാശമാണ്. അതാ ഇറാനിന്റെ ഏറ്റവും വലിയ ആത്മീയ നേതാവായിരുന്ന ഖമീനി, അയാളെ കൊന്നതിലൂടെ, ആ ആത്മീയ നേതാവിന്റെ വധത്തിലൂടെ അമേരിക്ക ഈ ലോകത്തിന് നൽകുന്ന സന്ദേശം എന്താ? അതാ അവരുടെ അധാർമിക പ്രവർത്തനങ്ങളും വിഷയങ്ങളും ഒക്കെ ഈ ലോകത്തിന്റെ മുമ്പിൽ ഇനി ഇറാനിൽ കൂടിയാണ് അടിച്ചേൽപ്പിക്കാനുള്ളത്. ആ അടിച്ചേൽപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ മുഴുവനും അവർക്ക് എതിരായി വന്നതുകൊണ്ട് അവരുടെ കാര്യങ്ങളൊന്നും അവരെ വില പോകുന്നില്ല എന്ന് കണ്ടപ്പോ അതാ അവിടെ ജനാധിപത്യം വേണമെന്ന് പറയുന്ന വ്യാജേന ആ നാടിനെ മുഴുവനും കുട്ടിച്ചോറാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോ ഇവിടെയൊക്കെയും പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഒരിക്കലും അതാ ജനക്ഷേമത്തിന് വേണ്ടിയല്ല ഈ യുദ്ധങ്ങള്, ജനനാശത്തിന് വേണ്ടിയാണ്. ജനങ്ങളെ നാശത്തിലേക്ക് നയിക്കാൻ വേണ്ടി മാത്രമാണ് അവർ ഈ യുദ്ധം കൊണ്ട് ഉദ്ദേശമാക്കിയിട്ടുള്ളൂ എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ആയത്തുല്ലാ ഖമീനി അയാളെ കൊന്നതുകൊണ്ട് ഇസ്രായേലിന് എന്താണ് നേട്ടം? ഒരു നേട്ടവുമില്ല. എന്നാൽ അമേരിക്കയ്ക്ക് വല്ല നേട്ടവുമുണ്ടോ? ഒരു നേട്ടവുമില്ല. അതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ ഒരു പാഠമെന്ന് പറയുന്നത്, ലോകത്ത് ഷിയാ സുന്നി എന്ന് പറയുന്ന ഈ രണ്ട് വിഭാഗങ്ങളിൽ മുസ്ലിമീങ്ങളിൽപ്പെട്ട സുന്നി വിഭാഗത്തോട് ശത്രുതയും ദേഷ്യവുമുള്ള ഒരു വിഭാഗമാണ് ഈ ഷിയാക്കൾ എന്ന് പറയുന്നത്. ഈ ഷിയാക്കൾക്ക് അവരുടെ സുന്നികളെക്കാൾ അവരുടെ മുൻപന്തിയിൽ അവർ ഏറ്റവും പ്രാബല്യം നൽകുന്നത് അവരുടെ നേതാവിന്, അവരുടെ ആത്മീയ നേതാവിനാണ്. അവരുടെ രാഷ്ട്ര തലവനേക്കാൾ അവർക്ക് ഏറ്റവും വലുത്, ഏറ്റവും ആത്മബന്ധവും ആത്മനിയന്ത്രണവും അവർക്ക് നൽകുന്നത് അവരുടെ ആത്മീയ നേതാവാണ്. ആ ആത്മീയ നേതാവിന്റെ വാക്കുകളാണ് അവർക്ക് ഏറ്റവും വലുത്. സ്വന്തം വാപ്പയോട് എങ്ങനെയാണോ ഒരു മക്കൾക്ക് ആത്മബന്ധം ഉണ്ടാകുന്നത്, ആ ആത്മബന്ധത്തെക്കാൾ വലിയൊരു ആത്മബന്ധമാണ് അവർ ആത്മീയ നേതാക്കൾക്ക് നൽകുന്നത്. അങ്ങനെ വരുമ്പോ ആ ആത്മീയ നേതാവിനെ ആരെങ്കിലും തൊട്ടുകളിച്ചാൽ, അവർക്ക് എന്തെങ്കിലും ആപത്തുണ്ടാക്കിയാൽ പിന്നെ അവർക്ക് ഉണ്ടാകുന്നത് ദേഷ്യമല്ല. അതാ അവരുടെ മുമ്പിൽ ആ ആത്മീയ നേതാവിനെ തൊട്ടവരുടെ സ്ട്രെങ്തിന്റെ മുമ്പിൽ അവർക്ക് താൽക്കാലികമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അവരുടെ ഹൃദയത്തിലേക്ക് ആ പക രൂഢമൂലമാവുകയും ആ പക കാരണത്താൽ അവരതാ അതിനോട് പരസ്പരം തമ്മിലടിക്കാനുള്ള, പരസ്പരം നശിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ അവർ ചെയ്തുകൊണ്ടേയിരിക്കും. രാഷ്ട്രങ്ങളും അതുപോലെ തന്നെ വൈദൂര്യങ്ങളുമാണ് ഇസ്രായേലിനെയും അമേരിക്കയെയും ഡയറക്റ്റ് ആക്രമിക്കാൻ വേണ്ടിയിട്ട്
ഇറാനിനെ തടഞ്ഞു നിർത്തുന്നതെങ്കിൽ ഈ അമേരിക്ക തൻ്റെ യുദ്ധക്കോപ്പുകളും തൻ്റെ ഓരോ സൈനിക താവളങ്ങളും ഉണ്ടാക്കിയ നമ്മുടെ അറബ് രാഷ്ട്രങ്ങൾ ബഹ്റൈനും കുവൈത്തും സൗദി അറേബ്യ പോലെയുള്ള എല്ലാ രാഷ്ട്രങ്ങളിലും ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അവരുടെ ഈ സൈനിക താവളങ്ങളിലേക്ക് ലക്ഷ്യമാക്കിക്കൊണ്ട് അവർ ചെയ്യുന്നത് ഈ അറബ് രാഷ്ട്രങ്ങളെ തമ്മിൽ ഇറാനുമായി കൂട്ടിയടിപ്പിക്കാനും മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഇടയിൽ പരസ്പരം നാശമുണ്ടാക്കാനും വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും വലിയ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ തിരിച്ചറിയുക എന്ന് പറയുന്നത് മുസ്ലിമിന്റെ ഏറ്റവും വലിയ ഒരു കാര്യമാണ്. ഇന്ന് നമ്മുടെ എല്ലാവരും ഈ ഒരു വിഷയം പറയുമ്പോൾ ഏറ്റവും അധികം പറയുന്നു അറബികൾക്ക് ബുദ്ധിയില്ല, തിന്നാനും മന്തി തിന്നാനും അതുപോലെ തന്നെ മറ്റും മാത്രമേ അവന്മാരെ കൊണ്ട് കഴിയുകയുള്ളൂ. അതുതന്നെയാണ് അതിന്റെ വാസ്തവം. കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചില്ലേ, നിങ്ങളെ സഹായിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന വിഭാഗം, ആ വിഭാഗം ആളുകളിലേക്ക് നിങ്ങൾ കൈയിട്ട് തോളെ കൈയിട്ട് അവരെ നിങ്ങൾ കൂട്ടുകൂടിയാൽ അത് അവസാനം നിങ്ങളുടെ അധപ്പതനത്തിന്റെ നാശത്തിന്റെ തുടക്കമായിരിക്കും. അതുകൊണ്ട് അറബി സമൂഹമേ, നിങ്ങൾ ജാഗ്രതയുള്ളവരാകണേ. ജൂതന്മാര് ചതിയന്മാരാണ്. ജൂതന്മാരുടെ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ ചരിത്ര പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോ അതാ ചരിത്രങ്ങൾ മുഴുവനും പറയുന്നത് ജൂതന്മാരുടെ ചതിയുടെ കഥകളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള ഈ നടക്കുന്ന വ്യവസ്ഥകൾ മുഴുവനും പ്രവർത്തനങ്ങൾ മുഴുവനും ഈ ലോകത്തിനെ തകർക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. അല്ലാഹു തആല അവന്റെ ഈ പരിശുദ്ധമായ ദീനിന് ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോക മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സമാധാനം നൽകുമാറാകട്ടെ. പ്രയാസം അനുഭവിക്കുന്നവർക്ക് അല്ലാഹു തആല എല്ലാ പ്രയാസങ്ങളും മാറ്റി നൽകുമാറാകട്ടെ. അല്ലാഹു തആല എല്ലാവരുടെയും ഇടയിൽ ഈ റമളാനിന്റെ ഹക്ക് കൊണ്ട് അല്ലാഹു സമാധാനം വിരിച്ചു നൽകുമാറാകട്ടെ.